ഇറാന്റെ പ്രതിരോധവും ചെറുത്തുനിൽപ്പും ആക്രമണങ്ങളും അതിൻ്റെ വ്യാപ്തിയും കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും, അതോടൊപ്പം മറ്റുള്ള ലോകരാജ്യങ്ങൾ മുഴുവനും. ഓരോ ദിവസം കഴിയുന്തോറും ഇറാൻ അവരുടെ ശക്തി എത്രയാണെന്ന് ലോകത്തിന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോക പോലീസായ അമേരിക്കയ്ക്ക് ഇറാനോട് മുട്ടി നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ച് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരെ ഇറാന്റെ മിസൈൽ എത്തിയിരിക്കുന്നു. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത സൈനിക താവളമുള്ള ദ്വീപാണ് ഡീഗോ ഗാർഷ്യ ദ്വീപ്. ആ ദ്വീപിലേക്കാണ് ഇന്നലെ ഇറാനിൽ നിന്നും മിസൈലുകൾ വന്നിട്ടുള്ളത്. ഡീഗോ ഗാർഷ്യ ദ്വീപിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആണ് ആക്രമണം നടത്തിയത്. ഡീഗോ ഗാർഷ്യയിലെ UK സൈനിക താവളത്തിന് നേരെ ഇറാൻ ബാലിസ്റ്റിക് ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത സൈനിക താവളമാണ് ഈ ദ്വീപിലുള്ളത്. വെറും 2 മിസൈലുകൾ മാത്രമാണ് അയച്ചത്. അതിൽ ഒന്ന് അവിടേക്ക് എത്തുമ്പോൾ തന്നെ തകർന്നു വീഴുകയും രണ്ടാമത്തേതൊന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ദ്വീപാണ് ഡീഗോ ഗാർഷ്യ. ചാഗോസ് ദ്വീപുക സമൂഹത്തിൻ്റെ ഭാഗമാണിത്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും തെക്കുഭാഗത്തായും ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മധ്യഭാഗത്തുമാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. US-ഉം ബ്രിട്ടനും ചേർന്ന് നടത്തിയ വലിയ സൈനിക താവളം ഡീഗോ ഗാർഷ്യയിലുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US-ൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രമാണ് ഈ ദ്വീപ്. ഗൾഫ് അഫ്ഗാൻ യുദ്ധകാലത്ത് ഈ ദ്വീപ് കേന്ദ്രീകരിച്ചാണ് US പ്രവർത്തിച്ചത്. 2000 കിലോമീറ്റർ മാത്രം ദൂരപരിധിയുള്ള മിസൈലുകളാണ് ഇറാൻ്റെ പക്ഷത്തുണ്ടായിരുന്നതെന്നാണ് ലോകം ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഈ ഒരു ആക്രമണത്തോടു കൂടി ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു, 4000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഏകദേശം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ മാത്രം ആക്രമണശേഷിയും ആക്രമണ വ്യാപ്തിയുമുള്ള മിസൈലുകൾ ഇറാൻ്റെ പക്ഷമുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളത്. ഫത്താഹിനും സെജിൽ മിസൈലിനും ശേഷം ഇന്ന് ഈ ആക്രമണം നടത്തിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസുകൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ അവിടെ നിന്ന് വന്ന ഫൂട്ടേജുകൾ മനസ്സിലാക്കുന്നത് ഖൊറംഷെർ എന്നുള്ള അവരുടെ ഖൊറംഷെർ 3 എന്നുള്ള ഒരു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് അതിനവർ ഉപയോഗിച്ചിട്ടുള്ളതാണ് വീഡിയോകളിൽ വ്യക്തമായിട്ടുള്ളത്.